ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്ന് മാർച്ച് 10 എൻ്റെ ബർത്ത്ഡേ ആണ്. 34 വയസ്സായിരിക്കുന്നു. ജീവിതത്തിന്റെ ഒരു പകുതി അവസാനിച്ചു എന്ന് പറയാം. 54ാമത്തെ വയസ്സിൽ ബർത്ത്ഡേയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഒരു ഈസി കേക്കിന്റെ റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ കേക്ക് ബർത്ത്ഡേയിൽ അന്ന് നമുക്ക് ഇങ്ങോട്ടാണ് ഗിഫ്റ്റ് തരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് തരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ, എന്തെങ്കിലും കമന്റ് ഒക്കെ ഇട്ടോളൂ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അതിനടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക. കാരണം എന്താണ്, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിന് ഓവൻ ആവശ്യമില്ല, മൈദ ആവശ്യമില്ല, മുട്ട ആവശ്യമില്ല, ബട്ടർ ആവശ്യമില്ല, പാൽ ആവശ്യമില്ല. ഇതൊന്നും ആവശ്യമില്ലാത്ത ഒരു കേക്കാണ്. ഈ നോൺ സ്റ്റിക് പാനിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഓറഞ്ച് ഫ്ലേവറിൽ ഒരു റവ കേക്ക്. വളരെ ഈസി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ ഒന്ന് മിക്സർ ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുത്ത റവയാണ്. അത്രയും തന്നെ ഓറഞ്ച് ജ്യൂസ്, 2 കപ്പ് ഓറഞ്ച് ജ്യൂസ്. ഇത് നമുക്ക് റവ ഈ ഓറഞ്ച് ജ്യൂസിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കണം, സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനൊരു വലിയ ബൗൾ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടാൻ, അതുപോലെ ഓറഞ്ചിൻ്റെ ഫ്ലേവർ നന്നായിട്ട് പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞു, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. 1/2 കപ്പ് ഓയിലാണ് ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് പൊടിച്ചെടുത്ത പഞ്ചസാര, പൗഡേർഡ് ഷുഗർ 1/2 കപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ്. ആ ഓറഞ്ച് കളറിലുള്ള ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തെടുത്തത് 1 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട്. അവസാനമായിട്ട് 1/4 ടീസ്പൂണോളം ഉപ്പ്, ടേസ്റ്റ് ബാലൻസിങ്ങിനായിട്ട്. കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റണം. നോൺ സ്റ്റിക്ക് പാൻ ഇതുപോലെ നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കണം. ഓയിലോ ബട്ടറോ യൂസ് ചെയ്ത് നന്നായി ഗ്രീസ് ചെയ്ത്, പിന്നെ ബട്ടർ പേപ്പർ, ഇത് ഞാൻ വീട്ടിൽ തന്നെ A4 പേപ്പർ യൂസ് ചെയ്തിട്ട് തയ്യാറാക്കിയതാണ്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ചെറിയ ഹോളിൽ ഒരു പേപ്പർ തിരികെ വെക്കുക, ആവി പുറത്ത് പോകാതിരിക്കാൻ. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഗ്യാസ് സ്റ്റവ് ആകുമ്പോൾ 1 അവർ മതിയാവും. ഇൻഡക്ഷൻ കുക്കർ ആകുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുക, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ടോ, മേലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന്. ഒരു സ്റ്റിക്കോ കത്തിയോ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. സൈഡ് പിടിച്ച് നമുക്കൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയെടുക്കാം. നമ്മുടെ ഓറഞ്ച് റവ കേക്ക് ഇതാ നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവനൊന്നും ഇല്ലെങ്കിലും നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടി നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കട്ട് ചെയ്യാൻ പോവാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് കാണുമ്പോഴേ അറിയാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് റവ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.